ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോത്തുണ്ടി ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. ജില്ലയിലെ തന്നെ പാലക്കാട് ജില്ലയിലെ തന്നെ പഴക്കം ചെന്ന ഡാമുകളിൽ ഒരു ഡാമാണ് പോത്തുണ്ടി ഡാം. വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനോട് കൂടിയ ഈ ഡാമിൽ ഈ അടുത്തായിട്ട് തന്നെ സ്കൈ ലൈൻ സൈക്കിള്, അതുപോലെ തന്നെ ഒരു സിപ്പ് ലൈൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുകൾ, മറ്റ് വിനോദങ്ങൾ, അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മ്, നല്ല മനോഹരമായ ഒരു ഗാർഡൻ എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇതൊരു എർത്തൺ ഡാമാണ്. നിങ്ങൾക്കറിയാം എർത്തൺ ഡാം. ഈ ഡാം ഒരു പഴക്കം ചെന്ന ഡാം ആയതുകൊണ്ട് തന്നെ സുർക്കി എന്നൊരു മിശ്രിതം കൊണ്ടാണ് ഇതിൻ്റെ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഡാമിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആ നെല്ലിയാമ്പതി മലനിരകളുടെ ഭംഗി വളരെ ഒരു ഭംഗിയുള്ളതാണ്. ഒരു ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് പോത്തുണ്ടി ഡാം. ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുടയൊക്കെ ചൂടിയിട്ടാണ് ഞങ്ങൾ നടന്നത്. ഈ ഗാർഡനും പരിസരവും വളരെ വൃത്തിയായിട്ട് തന്നെ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യാതൊരു വിധത്തിലുള്ള ചപ്പുചവറുകളോ ഒന്നും തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. എല്ലാ ഭാഗവും വളരെ വൃത്തിയായിട്ട് ഈ ഗാർഡൻ സംരക്ഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ഗാർഡൻ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളും ഈ ഓപ്പൺ ജിമ്മും വളരെ മനോഹരമായിട്ട് തോന്നി. ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഓപ്പൺ ജിമ്മുകൾ എല്ലാ ഭാഗങ്ങളിലും വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പ്ലീസ്. കാരണം ഒരുപാട് ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് നമ്മൾ മല്ലിടുമ്പോൾ ഇത്തരം ഓപ്പൺ ജിമ്മുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളിൽ പോയിട്ട് ഇതുപോലുള്ള വർക്കൗട്ടുകൾ ചെയ്യാനും മാനസിക ഉല്ലാസത്തിനും എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത്തരം കളിയുപകരണങ്ങളും സാമഗ്രികളും സർക്കാർ വളരെ തുക ചെലവഴിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഒരല്പം കരുതലും ഒരല്പം സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ വളരെ കാലം മറ്റുള്ളവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാനാവും എന്നുള്ളത് ഒരു സത്യമാണ്. പൊതുവേ മലയാളികൾ അക്കാര്യത്തിൽ ജാഗരൂകരല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞങ്ങൾ രാവിലെ പോകുമ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു. എന്നാൽ ഞങ്ങൾ മല കയറിയിട്ട് നെല്ലിയാമ്പതി മലയുടെ മുകളിൽ കയറി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ കയറാനേ ഒരുപാട് പേര് സായാഹ്നം ആസ്വദിക്കാനും ഈ ഗാർഡനിൽ ചിലവഴിക്കാനും വേണ്ടി നല്ല തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഉപകരണങ്ങൾക്ക് മുമ്പിലും വലിയ ക്യൂ ആണ് വൈകുന്നേരം കണ്ടത്. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരെല്ലാം ഈ ഗാർഡൻ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. കാരണം ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല പച്ചപ്പും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ലോണുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ കയറി. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു 1 കിലോമീറ്റർ നീളമുണ്ട് എന്ന് എനിക്ക് തോന്നി ഡാമിൻ്റെ ഈ ഒരു പാതയ്ക്ക്. അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ചുറ്റുപാടും കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. വളരെ ഭംഗിയായിട്ട് തോന്നി. ഈ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ ഡാമിൽ ശേഖരിക്കപ്പെടുന്നത്. ചുറ്റുപാടുള്ള പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ളത്തിനായി വേണ്ടിയിട്ടാണ് ഈ ഡാമിലെ ജലം ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 11:30 കൂടി ഞങ്ങൾ ഡാമിൽ നിന്ന് ഇറങ്ങി. വളരെ നല്ല ഒരു ഡാമായിരുന്നു. കാണാനും മനോഹരമായിട്ടുള്ള ഗാർഡനായിരുന്നു. നിങ്ങളും ഫാമിലിയായിട്ട് ഒരു ദിവസം വരിക. താങ്ക് യു.